ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാസം മെയ് മാസമാണേ. ഇപ്പം ഈ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവറിൻ്റെ വിത്തും തൈകളും ഒന്നും നേഴ്സറികളിലോ പുറത്തെവിടെയെങ്കിലും ഒന്നും കിട്ടാനില്ലാത്തൊരു സമയമാണ്. ഈ ചെടി കണ്ടോ, ഇത് നമ്മളൊരു കോളിഫ്ലവർ നട്ടുപിടിപ്പിച്ച് വിളവെടുത്തതിന് ശേഷം ആ പൂ നമ്മളങ്ങോട്ട് മുറിച്ചെടുക്കത്തില്ലേ, അങ്ങനെ മുറിച്ചതിന് ശേഷം നിർത്തിയിരുന്ന ഒരു കമ്പാണേ. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് നിറയെ തൈകളാണ്. ഇങ്ങോട്ട് വന്ന് നോക്കി, ബാ കണ്ടോ, അടുത്തടുത്ത ഇഷ്ടം പോലെ തൈകൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവരെ ഓരോരുത്തരെയും നമുക്ക് പുതിയൊരു ചെടിയാക്കി മാറ്റിയെടുക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കിപ്പം കാണിച്ചു തരാവേ. ഈ പാത്രത്തിലാണ് ഞാൻ തൈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് നിറയ്ക്കാനുള്ള സാധനം നമുക്ക് നിറച്ചുകൊണ്ട് വരാവേ. വാ, ഇത് നമ്മളിവിടെ നിറച്ച് വെക്കുന്ന പോട്ടിംഗ് മിക്സ് ആണേ. അപ്പം ഞാൻ ആ പോട്ടിംഗ് മിക്സ് ഈ പാത്രത്തിനകത്ത് എടുക്കുവാണേ. കണ്ടോ, ഏകദേശം ഇതിനകത്തിടാൻ വേണ്ടി ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. കുഞ്ഞി പാത്രമെല്ലാം കീറിക്കളയില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ പോട്ടിംഗ് മിക്സ് എടുത്തിട്ട് ഇത് നല്ല പോലെ നനച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ചപ്പം വെള്ളം ഇതിൻ്റെ അടിയിലുള്ള ഹോള് വഴി ഇറങ്ങി, കണ്ടോ താഴെ പോകുന്നുണ്ടോ, ഇതേപോലെ വാർന്നു പോയി നനവോട് കൂടി ഇതിരിക്കണം കണ്ടോ. ഈ അവസരത്തിൽ നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഇതിനകത്തുനിന്ന് ഈ മുളകൾ ഒടിച്ചെടുക്കണം. നമുക്ക് എത്ര തൈയാണോ ഉണ്ടാക്കേണ്ടത് അത്രയും. അപ്പം ഞാൻ നമുക്ക് 2 പാത്രമല്ലേ ഉള്ളേ, അപ്പോൾ നമുക്ക് 2 തൈ ഒടിച്ചെടുക്കാം. അത് തണ്ടോട് ചേർത്ത് കണ്ടോ ഈ രീതിയിൽ ഒടിച്ചെടുക്കണം കണ്ടോ. അല്ല, നമുക്കൊരു ഒരെണ്ണം കൂടി എടുക്കാം. സൂക്ഷിച്ച് വേണം നമ്മളത് ഒടിച്ചെടുക്കാൻ, എങ്കിലേ നമുക്കിത് നല്ല തൈയായിട്ട് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ ഇത്രയും വലിപ്പമുള്ള നല്ല ചെറിയ മുളകളാണേ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഇതിനെ ഇറക്കി ഉറപ്പിച്ച് വെച്ചാൽ മതി, മണ്ണിട്ട് കേട്ടോ. ഇങ്ങനെ മണ്ണിട്ട് ഉറപ്പിച്ച്, ഇനി ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുണ്ടേ, കുറച്ച് മണ്ണൂടെ ഇടട്ടെ. വെള്ളം ഒഴിച്ചപ്പോഴേ അതങ്ങ് താന്നുപോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ചിട്ട് മണ്ണിട്ട് നിറച്ച് ഇതിനകത്ത് ആ വെള്ളം നമ്മൾ ഒഴിച്ചപ്പം ഇതിനകത്തെ മണ്ണ് താന്നു പോയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഉറപ്പിച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു ശകലം വെള്ളം കൂടെ തളിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുത്താൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്നാണെന്നറിയോ, ഇതിനെ തണലത്ത് മാത്രമേ വയ്ക്കാവൂ, അല്ലെ പെട്ടെന്ന് വാടിപ്പോവും. വേര് പിടിക്കാനായിട്ട് താമസമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വാടിപ്പോവും. അങ്ങനെ വാടിപ്പോകാതിരിക്കാൻ തണലത്ത് വെക്കുക. ഇങ്ങനെ തണലത്ത് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് പതുക്കെ ഇതിനകത്ത് ഉറച്ചു തുടങ്ങും. ഒരു 1.5 ആഴ്ചയാകുമ്പം നമുക്കിതിനെ മാറ്റി നടാറാകുവേ. ഇങ്ങനെ ഞാൻ വെച്ച് കിളിപ്പിച്ചിരിക്കുന്ന തൈ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. 4 പാത്രത്തിനകത്തുണ്ട്. ഒന്ന് ഈ പാത്രത്തിനകത്താണ്. ഇത് ഇച്ചിരി വലിയ പാത്രമാണ്. അയ്യോ, ഒരെണ്ണം താഴെ പോലോ. കണ്ടോ, വേര് അടിയിക്കട വന്നിരിക്കുന്ന കണ്ടോ. ഇതിൻ്റെയൊക്കെ വേര് കണ്ടോ ഇതുപോലെ അടിയിക്കട വന്നു. അപ്പം നല്ല പുതിയ തൈയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി നടാം. എല്ലാം പേടിയാണ്. ഇത് ഈ പാത്രം, ഇതിനകത്ത് ഞാൻ മണ്ണ് നിറയ്ക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണേ. അപ്പോൾ കുറേ ദിവസമായി, ഒരാഴ്ച കൂടുതലായി നമ്മൾ ഈ മണ്ണ് സെറ്റാക്കി ഇട്ടിട്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് നടാം. അപ്പം ഞാനൊരു തൂമ്പ വെച്ചിട്ടൊരു ചെറിയ കുഴി ഉണ്ടാക്കിയെടുക്കുവാണേ. ഇതിനകത്ത് നമ്മൾ നല്ല പോലെ കരിയിലിട്ടിടുക. കരിയില അങ്ങോട്ട് ഇളകുന്നില്ല ശരിക്കും പറഞ്ഞു. ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട്, ഇത് കണ്ടോ, ഇത് ചാണകപ്പൊടിയാണേ. കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാണേ. എന്നിട്ട് ആ ചാണകപ്പൊടിക്കകത്തോട്ടാണ് നമ്മൾ നമ്മുടെ തൈയെ ഇളക്കി മാറ്റി നടാൻ പോകുന്നത്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇളക്കിയെടുക്കാം. അപ്പം എളുപ്പം നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നല്ല വേരോടെ കിട്ടി. വലിയ ആഴത്തിൽ വേര് പോകുന്ന ചെടിയൊന്നും അല്ല ഇത് കേട്ടോ. പക്ഷെ എന്നാലും നല്ല മണ്ണിളക്കം വേണം. അതുപോലെ നമ്മൾ കോളിഫ്ലവർ നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം. നല്ല പോലെ അടിവളം ചേർത്ത മണ്ണായിരിക്കണം. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ചെടിയുടെ ചോട്ടിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെടി നട്ടിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അത് നട്ടതുപോലെ തന്നെ നമുക്ക് ഇതിനെ കൂടെ ഇവിടെ നട്ടുവെക്കാം കേട്ടോ. ഞാൻ ഈ പാത്രത്തിനകത്ത് 2 എണ്ണേ നടുന്നുള്ളേ. ഇതിനകത്തോട്ടും നമ്മൾ അതേപോലെ ചാണകപ്പൊടി ഇട്ടിട്ടാണ്, കണ്ടോ ഇതുപോലെ ചാണകപ്പൊടി എടുത്തിടും. എന്നിട്ട് ആ ചാണകപ്പൊടിക്കകത്തോട്ടാണ് ഇതിനെ ഇറക്കി വെക്കാൻ പോകുന്നത് കേട്ടോ. കണ്ടോ ഇറങ്ങിപ്പോന്നു. അപ്പം അതിനെ നമ്മൾ അതേപോലെ ഇതിനകത്തേക്ക് കുഴിച്ചു വെച്ചു.
അപ്പോൾ ഒരു വൈകുന്നേരം സമയമായതുകൊണ്ട് പ്രശ്നമില്ല. നല്ലപോലെ ഇവിടെ നിന്നിട്ട് ഇവർ ഉറച്ച് വളരട്ടെ കേട്ടോ. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ 2 പാത്രം വേറെ വല്ലതും നടാനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. നമ്മൾ ഈ കോളിഫ്ലവറിൻ്റെ ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ ഒരാഴ്ച 1.5 ആഴ്ച കൂടിപ്പോയ 2 ആഴ്ച എന്ന് വിചാരിച്ചു. 2 ആഴ്ച കൊണ്ട് അവരവിടെ ചുവട് പിടിച്ചു തുടങ്ങും. അപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പം നമുക്കിതിൻ്റെ ചുവട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഏതെങ്കിലും കമ്പോസ്റ്റ് വളം, ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ജൈവവളം നമ്മൾ ഇവർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഓരോ 2 ആഴ്ചയും അടുത്ത 2 ആഴ്ചയാകുമ്പോഴും എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കാം. എന്നാൽ ഇവർ പൂ പിടിക്കാനും കുഞ്ഞി അതിനകത്ത് കയറി മാന്താനുള്ള ഒരുക്കാണല്ലോ. കുഞ്ഞി ബാ കുഞ്ഞി, നമ്മുടെ കുഞ്ഞിപ്പൂച്ചയാണിത് കേട്ടോ. അവനെ ഭയങ്കര കുസൃതിക്കാരൻ. നമ്മൾ മണ്ണിളക്കിയിട്ട് കഴിഞ്ഞാലേ അത് മുഴുവൻ മാന്തി പറിക്കും. പൂവിടാറാകുമ്പോൾ മുതൽ നമ്മൾ കൊടുക്കേണ്ടത് ജൈവ സ്ലറിയാണേ. ജൈവ സ്ലറി നല്ല സൂപ്പർ വളമാണ് ഈ കോളിഫ്ലവറിൻ്റെ ചെടികൾക്ക്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കണം. ഇപ്പോൾ കോളിഫ്ലവർ നമുക്ക് ഈ സാധാരണ നമ്മൾ അവരെ വളർത്തുന്ന സീസൺ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലത്താണ്, ഒരു ഒക്ടോബർ മുതലുള്ള സമയത്താണ്. എന്നാൽ നമുക്ക് ഈ സമയത്ത് ഇതേപോലെ തൈകളെ മാറ്റി നട്ടിട്ട് ഒന്ന് വളർത്തി നോക്കാം. നിങ്ങളും വളർത്തി നോക്കണം. എന്തുമാത്രം വലുതായിട്ടുള്ള പൂക്കൾ ഇതേന്ന് കിട്ടും എന്നൊക്കെ നമുക്ക് വളരുന്നതിനനുസരിച്ച് കാണാവേ. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നട്ടുവെച്ചില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുവെച്ച കുക്കുംബറിൻ്റെ ചെടിയാണേ. കണ്ടോ, കുറച്ചും കൂടെ വളർന്നില്ലേ. ഇത് കുറച്ചുകൂടെ അന്ന് നമ്മളിതിന് മണ്ണ് കൂട്ടുക ചെയ്തത്. അന്ന് നട്ടുവെച്ചത് അവിടെയാണ്. അവരും കുറച്ചും കൂടെ ഒന്ന് വളർന്ന് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ വേറൊരു കാര്യം കാണിക്കാം. ഇത് നമ്മുടെ കൊത്തമരയുടെ ചെടിയാണേ. നന്നായിട്ട് വളർന്ന് നിറയെ കായ്കളായിട്ടുണ്ട് കണ്ടോ. ഇത്രയും ചെറിയ ചെടിയാണ്. ഇതെന്നാ ഞാൻ ഇതിൻ്റെ വിത്ത് പാകിയതെന്നും മുളച്ചു വന്നതെന്നും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണേ. കൊച്ചു ചെടിയാണ്, നിറയെ കായ്കളുണ്ട്. അപ്പം നമുക്കിതേ ഇതിൻ്റെ കായ്കളൊന്ന് പതുക്കെ ഇരുന്ന് പറിച്ചെടുക്കാവേ. ഇത് കണ്ടോ, കുറച്ചെണ്ണം കണ്ടോ. അപ്പോൾ അതേപോലെ ഞാൻ ഇതിനകത്തെ കുറച്ചെണ്ണം കൂടെ, ഈ എല്ലാ ചെടിയിലേതും നമുക്ക് ആവശ്യമില്ല, അതിലേറെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്ന് അടുത്ത് കണ്ടേ, കണ്ടോ ഈ ഒരു ചെടിയെ കണ്ടോ എന്തോരമാന്ന് കണ്ടോ. അതുപോലെ ഈ ഒരു ചെടിയെ കണ്ടോ. ഇവരെ ഇനി നമ്മൾ പ്രത്യേകിച്ച് കമ്പും കാലും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വലയുടെ മുകളിൽ ചെന്ന് കണ്ടോ, ഇവിടെ നിൽക്കുന്ന പല ചെടികളും വലയുടെ മുകളിലെത്തി. ഇനിയിപ്പോൾ കാറ്റടിച്ചാലും മറിഞ്ഞു പോകത്തില്ല, അവിടെ തങ്ങി നിൽക്കും. അപ്പം ഞാൻ കുറച്ച് പറിച്ചിട്ട് കാണിക്കാവേ. അയ്യോ, ഇതിപ്പോൾ കണ്ടോ കൊലയോടെ ഒടിഞ്ഞു പോയി. ഇങ്ങനെ കൊലയോടെ പറിക്കാൻ പാടില്ല. ഇതിനകത്തുനിന്ന് കണ്ടോ വീണ്ടും തിരി ഉണ്ടായിട്ട് അതിലെല്ലാം കായ ഉണ്ടാകുന്നതാണേ. അബദ്ധം പറ്റിപ്പോയതാ. അപ്പം ഇത് നമ്മളിങ്ങനെ പിരിച്ച് പറിച്ചെടുത്തോണം കേട്ടോ. അതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ കറക്റ്റായിട്ട് കത്രിക കൊണ്ടുവന്ന് ഓരോന്നിൻ്റെയും ചവിട്ടി വെച്ചിട്ട് അങ്ങനെ വെട്ടിയെടുത്താലും മതി. കണ്ടോ, ഇതുപോലെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നട്ടുവെക്കണ്ടേ. പൂച്ചച്ചെറുക്കൻ എന്നെ കാണിക്കോടാ, കണ്ടോ കൊള്ളയായിരിക്കും അവനോടെ. ഇത് ഞാൻ പറിച്ചിട്ട് കാണിക്കാം എന്തോരം ഉണ്ടെന്നേ. കുറച്ചേ പറിക്കുന്നുള്ളൂ ഞാൻ. അവസാനം ഞാൻ കൈയും കൊണ്ട് പറ്റാതെ വന്ന് കത്രികയിലായി കേട്ടോ. ഇതാ എളുപ്പം. പക്ഷെ ഇതിൻ്റെ കായയുടെ ശാലം ഭാഗം അതിൻ്റെ ചോട്ടി നിൽക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിന്. ഭയങ്കര താമസമാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, അതായത് ഈ തെക്കൻ കേരളത്തിൽ ഇതിനെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ കോട്ടയം ഭാഗത്തൊക്കെയുള്ള ആരെങ്കിലും ഈ കൊത്തമരയുടെ ചെടി വളർത്തുന്നുണ്ടെങ്കിൽ, വളർത്തുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടാൻ മറന്നുകൊണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഇപ്പം കടയിൽ പോയാലുമേ അങ്ങനെ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മളിത് കടയിലാണെങ്കിലും കാണുന്നത്. എന്നാൽ കൊല്ലം പോലത്തെ ഭാഗത്തൊക്കെയുള്ള കടകളിലെല്ലാം തന്നെ ഈ പയറുണ്ട് കേട്ടോ. നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഇടും. അതുപോലെ ഇത് തന്നെ മെഴുക്ക് പുരട്ടി വെക്കാം, തോരൻ വെക്കാം. എൻ്റെ ആങ്ങളെയാണെങ്കിൽ ഇപ്പോൾ ഈ പാലക്കാടിനടുത്ത് പോയി താമസിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ സാധനത്തിൻ്റെ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. കൊത്തമരക്കായുടെ ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ പോലും ഇത് മേടിച്ച് വെച്ചിട്ടില്ല ചെറുതായിരുന്നപ്പോൾ. ഇത് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പറിച്ചതിന് ശേഷം നിൽക്കുന്ന കണ്ടോ, ഇഷ്ടം പോലെ വിളവെടുക്കാനായിട്ടുണ്ട്. നല്ല ക്ഷമയുള്ള ആൾക്കാരായിരിക്കണം കേട്ടോ. ഭയങ്കര താമസം ഓരോന്ന് വീതം ഇതിനകത്തുനിന്ന് പറിച്ചെടുക്കാൻ. അപ്പം ഞാൻ ഇത്രയും മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളേ. നമുക്കേ അങ്ങോട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസം പേരയ്ക്ക പറിച്ചില്ലേ, അതിൻ്റെ ബാക്കി ഇതിനകത്ത് 2 എണ്ണം ഉണ്ടേ.
നല്ല കളർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് പറിച്ചെടുക്കുവാണ്. കമ്പോടെ തന്നെയാണ് പറിച്ചെടുത്തത്. ഇനി ബ്രാഞ്ച് വന്നിട്ട് അതിലുണ്ടാകട്ടെ കേട്ടോ. ഇനി ചെറുതാണ്, ഇത് അത്രയ്ക്കായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് നല്ല വിളഞ്ഞതാണ്. നോക്കാം. കത്തിയൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല. വല്ലഭന് പുല്ലുവായതൊന്ന് കേട്ടിട്ടുണ്ടോ? കടിച്ചു പറിക്കുക. പഴുത്തിട്ടില്ല, പക്ഷെ നല്ല വിളഞ്ഞ് പാകമായി. അകം കടിച്ചാലേ ഇതിൻ്റെ കളർ അറിയത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതേ VNR പേരയാന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് VNRൻ്റെ അകം വെളുത്താണോ നോക്കട്ടെ. ആ കണ്ടോ, അകം വെളുത്ത. 2 പറിക്കാനുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാവേ. ബാ, ഇത് കണ്ടോ, നമ്മുടെ മാതളം ഉണ്ടാകുന്നുണ്ടോ? ഇത് ഇവിടെ 1, 2 അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് മാതളം. പക്ഷെ പഴുക്കാറൊന്നും ആയിട്ടില്ല, പറിക്കാറായിട്ടില്ല. പറിക്കാറാകുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നേ. ഇത് കണ്ടോ, ഇത് സീഡ്ലെസ് ലെമണിൻ്റെ പൂവ്. ആ വേനലിൻ്റെ ചൂട് ഇവരെയെല്ലാം കാര്യമായി ബാധിച്ചിട്ടുണ്ട്, മുരടിപ്പ് പോലെ. ഇനി പുതിയ ഇല വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ നമുക്ക് അതിനെന്തെങ്കിലും മരുന്ന് ചെയ്യണം. കണ്ടോ, ഒരു സപ്പോട്ട ചെടിയുണ്ടേ. അതിന് അപ്പുറത്തെ സൈഡിലോട്ടാണ് കായെല്ലാം ഉണ്ടായി കിടക്കുന്നത്. ഒരെണ്ണം നല്ല വിളഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്. ഞാനൊന്ന് പറിച്ചു നോക്കട്ടെ. നിങ്ങൾക്കിത് കാണാവോ? കൊലയായിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ച ശിവത്തെ. അത് അത്ര ഈസി ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇത് ഇവിടുന്ന് അങ്ങോട്ട്, ഇതിനകത്തുനിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം. കണ്ടോ, കാണുന്നുണ്ടോ? കുറേ എണ്ണം ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. കുഞ്ഞായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അത് ഇതും അതുപോലെ ഇതും നല്ലോണം വിളഞ്ഞതാണ്. വിളഞ്ഞത് പറിച്ചില്ലെങ്കിലേ ഒരെണ്ണം പോലും എനിക്ക് കിട്ടത്തില്ല. മൊത്തം പഴുത്ത് കഴിയുമ്പം മരപ്പെട്ടി കൊണ്ടുപോകും. ഇതേ ഞാൻ 3 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വിളഞ്ഞ എങ്ങനെ മനസ്സിലാക്കുന്നറിയോ? ഇതിങ്ങനെ പതുക്കെ നഖം മുട്ടാതെ വെക്കുവാണെങ്കിൽ, ഉരയ്ക്കുവാണെങ്കിൽ ബ്രൗൺ നിറം കാണും. ഇത് നമ്മൾ അരിപ്പെട്ടിക്കകത്തോ അല്ലെ അടച്ചൊരു പാത്രത്തിനകത്ത് വെച്ചാലും പഴുത്ത് കിട്ടും. നമ്മുടെ കൊത്തമരയുടെ ചെടി കണ്ടോ, ആദ്യം ഞാൻ നിങ്ങളെ മുളച്ച ഉടനെ കാണിച്ചായിരുന്നു. പിന്നെ ഇച്ചിരി വളർന്നപ്പോൾ കാണിച്ചു. അതുപോലെ മുട്ട് വന്ന് നിന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഇതേ പൂ വിരിഞ്ഞു കേട്ടോ. ഈ ഒരു പാത്രത്തിലും പിന്നെ ദേ ഈ ഒരു പാത്രത്തിലും ഇത്രയും മാത്രമേ എനിക്ക് ഇത് കൊത്തമരയല്ല, കുറ്റിയമര കേട്ടോ. ഇതൊട്ടും വള്ളി വീശിയിട്ടില്ല, കുറ്റിയായിട്ട് തന്നെ നിൽക്കുവാണ്. ചിലതാണെങ്കിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ 1, 2 ചെറിയ വള്ളി പോലെ വരും. ആ വള്ളി അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. അല്ലെ വള്ളി കയറ്റി വിടണമെന്നാണെങ്കിൽ അവർ വള്ളിയെ കൂടെ വേണമെങ്കിലും പോയിട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് ദേ ഇവിടെ 1, 2 പീച്ചിലുണ്ട് പറിക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഞെക്കി നോക്കുമ്പോൾ ഞെക്ക് കൊള്ളുന്നതാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. കണ്ടോ, ഒന്നും എടുത്തോണ്ടല്ല ഇങ്ങോട്ട് കയറി പോകുന്നത്. നമ്മൾ ഈ ടെറസിൽ ചെയ്യുന്ന പരിപാടിയില്ലേ. അപ്പോൾ ദേ ഇവിടെ ഒരെണ്ണമുണ്ട് കണ്ടോ, നല്ല കറക്റ്റാണ്. ദേ ഇവിടെ ഒരെണ്ണമുണ്ട് കണ്ടോ. എന്തിനാണ് നമ്മൾ ഏക്കർ കണക്ക് സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നത്? ഇതുപോലെ ടെറസിൽ കുറച്ച് ഗ്രോ ബാഗുകൾക്കകത്തായിട്ട് കൃഷി ചെയ്താൽ പോലും നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുകൊടുത്ത ചീരയാണേ. ദേ ഈ ചീരയുടെ ഒരു പ്രത്യേകത, പെട്ടെന്ന് പൂ വരും. അപ്പം നമ്മൾ ഈ പൂന്നുള്ളി കളഞ്ഞാൽ മതി. പൂന്നുള്ളി കളഞ്ഞിട്ട് ഈ കമ്പ് മുറിച്ചാൽ അത് ഈ ഒരു ചീരയുടെ തന്നെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു തോരൻ വെക്കാനായിട്ട് തികയും. 2, 3 പീച്ചിൽ കിട്ടി. പിന്നെ അതേ കോവയ്ക്ക അടക്കുന്നുണ്ടോ, നമുക്ക് കോവയ്ക്ക അടുത്ത ദിവസം വന്നിട്ട് പറിച്ചെടുക്കാം. ചിലതൊക്കെ പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ആവശ്യത്തിന് കോവയ്ക്ക ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ചെടിയാണേ. ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് വളർന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിനുള്ള കോവയ്ക്ക ഇതിൽ കിട്ടാനുണ്ട്. ഞാൻ ഇന്നിപ്പോൾ പറിച്ചെടുക്കുന്നില്ല. നമുക്ക് അടുത്ത ദിവസം വന്ന് പറിച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ടൊരു കറി വെക്കാവേ. ഈ പാത്രത്തിലോട്ട് വന്ന് നോക്കിക്കേ, കണ്ടോ. ഇത് കണിവെള്ളരിയായിരുന്നു കേട്ടോ. ഈ ഒരു പാത്രത്തിനകത്ത് തന്നെ കുറേ ചെടികൾ വളർന്ന കാരണം ഇതിൽ നിന്ന് കിട്ടിയ കായ അങ്ങ് ചെറുതായിപ്പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കറിക്കകത്ത് തന്നെ ഇടണമെന്നൊന്നുമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം. സാലഡ് കുക്കുമ്പർ തിന്നുവേലേ, അതുപോലെ മുറിച്ച് തിന്നാം. അതുപോലെ ഇതൊരു ചെറുതാണ്, ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടോ. കോളിഫ്ലവർ വളർത്തുന്നവർ അപ്പം തന്നെ ചെടിയെ ചുവടയെ പറിച്ച് കളയാതെ നിർത്തുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പിന്നെ സ്ഥിരമായിട്ട് നട്ടുപിടിപ്പിക്കാനുള്ളത്ര തൈകൾ അതിൽ നിന്ന് ഒരൊറ്റ ചുവട് നിർത്തിയാൽ മതി. ബാക്കി എല്ലാത്തിൻ്റെയും നിങ്ങൾ വേണമെങ്കിൽ കളഞ്ഞോ. ഒരെണ്ണത്തിൻ്റെ എങ്കിലും നിർത്തുവാണെങ്കിൽ നമുക്ക് വീണ്ടും സ്ഥിരമായിട്ട് കോളിഫ്ലവർ നമ്മുടെ തോട്ടത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇത് അങ്ങോട്ട് നോക്കിക്കേ, ചൈനീസ് കാബേജ് നിൽക്കുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ മഞ്ഞുകാലത്തെ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്.
പക്ഷെ മഞ്ഞുകാലത്ത് മാത്രമല്ല, ഈ സമയത്തും കണ്ടോ കൂടി വരുന്നുണ്ടോ, കൂടി വരുന്നുണ്ട്. ഇനി കട്ടി പിടിക്കുമോന്നൊന്നും എനിക്കറിയത്തില്ല. അകത്തോട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അന്നേരം വിളവെടുക്കാൻ നേരം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.